ഒരു ദിവസം അത് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് അടിച്ചു പൊളിക്കുക. ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അബ്ബാസ് സുലൈമാൻ, DB ക്ലബിൻ്റെ കോ-ഫൗണ്ടറാണ്. DB ക്ലബിൻ്റെ ഈ പ്രാവശ്യത്തെ സ്റ്റഡി ക്യാമ്പിന് കുറച്ചൊരു പ്രത്യേകത ഉണ്ട്. മുമ്പുണ്ടായിരുന്നത് പോലത്തെ ക്യാമ്പ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റും കൂടെ നമ്മൾ ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലി ക്യാമ്പിങ്, ഒരു റിസോർട്ടിൽ വെച്ചിട്ട് കുട്ടികളെ കൂടെ തന്നെ പാരൻസിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ്. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് റൂം ഉണ്ടാവും. അപ്പോൾ ക്യാമ്പിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക. അതിൽ കൂടെ തന്നെ കുട്ടികളെ ഈ ഫൺ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതുപോലെ തന്നെ പാരൻസിന് സെപ്പറേറ്റ് സെഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റഡി ടിപ്സ് ട്രെയിനിങ് ഉണ്ടായിരിക്കും, മെമ്മറി ട്രെയിനിങ് ഉണ്ടായിരിക്കും, പിന്നെ എഡ്യൂക്കേഷണൽ ഗെയിംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് പാരൻസിനും അതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വേറെ സെഷൻ, പാരൻസിന് വേറെ സെഷൻ. ഒരുപാട് പാരൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടി ഇൻട്രാക്ട് ചെയ്തിട്ട് നിങ്ങളെ സ്റ്റോറികൾ പറയാൻ പറ്റും. നിങ്ങളെ കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉള്ളത് അത് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ബോറൻ ലൈഫിൽ നിന്ന് ഒരു ദിവസം അത് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് അടിച്ചു പൊളിക്കുക. വെറുതെ അടിച്ചു പൊളിക്കേണ്ട. കുട്ടികളെ എഡ്യൂക്കേഷണൽ ഗെയിംസും അതുപോലെ തന്നെ അവരെ ഇമ്പ്രൂവ്മെൻറ്റിൽ സഹായിക്കുന്ന രീതിയിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ ഒരു ഫാമിലി ഹാപ്പിനെസ്സിന് സഹായിക്കുന്ന രീതിയിലുള്ള ക്യാമ്പായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. 3 ടൈപ്പ് ക്യാമ്പുണ്ട്. കുട്ടികൾക്ക് മാത്രമുള്ള ക്യാമ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റേ ഇല്ലാത്ത രാവിലെ മുതൽ ഈവനിങ് വരെ അല്ലെങ്കിൽ രാത്രി വരെയുള്ള ക്യാമ്പ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ക്യാമ്പിങ്, അങ്ങനെ 3 ടൈപ്പ് ക്യാമ്പിംഗ് ഉള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ക്യാമ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. കാരണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായി. നമ്മൾ ഞായറാഴ്ച മുതൽ തന്നെ നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. ഈ റിസോർട്ടിൽ വെച്ചുള്ള ക്യാമ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മലപ്പുറത്തിൻ്റെ പുറത്തുള്ള ആൾക്കാർക്കും വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നല്ല റിസോർട്ടാണ്. നമ്മളെ ക്ലാസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ റിസോർട്ടിൽ ആ ഒരു നമ്മൾ തരുന്നൊരു പ്രൈസിന് നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബോധമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ കിട്ടുമ്പം നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിരിക്കും. ആരും നമ്മളെ ക്യാമ്പിന് ശേഷം സാറ്റിസ്ഫൈഡ് അല്ലാന്ന് പറയില്ല. സാറ്റിസ്ഫൈഡ് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ റീഫണ്ട് ചെയ്യാൻ റെഡിയാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാമ്പിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഗൂഗിൾ മീറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലാരിഫൈ ചെയ്യാം. അതെല്ലാം ക്ലാരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ക്യാമ്പിന് അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ എല്ലാവർക്കും ക്യാമ്പിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പ്രോമിസ് ചെയ്യുന്നില്ല. അത് ഫില്ലാകുന്നതിനനുസരിച്ച് പിന്നെ അവിടുത്തെ റിസോർട്ട് നല്ല റിസോർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അവിടുത്തെ കൺഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും ക്യാമ്പിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ക്യാമ്പിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു. DB ക്ലബിനെ പറ്റി അഭിപ്രായം എന്താ? നല്ലത്, വരാത്തവർക്ക് നഷ്ടം. അത്രേ പറയാനുള്ളൂ അല്ലേ?